ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 36-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പറഞ്ഞത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും. ജീവിതത്തിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ യേശു നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വേദനാജനകമായ സാഹചര്യം, അതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് ഒരു മനുഷ്യനെന്ന നിലയിൽ ചിന്തിക്കാൻ പോലും വയ്യ. അത്ര അതിദാരുണമായ ഒരു സാഹചര്യത്തിലൂടെ താൻ കടന്നു പോകുമ്പോൾ ഒരു വിടുതലിനായി പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു: അബ്ബാ പിതാവേ, അങ്ങയ്ക്ക് എല്ലാം കഴിയും. എന്താണതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശുക്രിസ്തു സഹിക്കുവാൻ പോകുന്നതായ എല്ലാ കഷ്ടാനുഭവങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിപ്പാൻ പിതാവായ ദൈവത്തിന് കഴിയും. പക്ഷേ എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഹിതത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണതിൻ്റെ അർത്ഥം? പിതാവിൻ്റെ ഹിതം നിറവേറുകയാണെങ്കിൽ അതിന് താൻ എന്തെല്ലാം വേദനകൾ സഹിക്കേണ്ടി വരുമോ അതെല്ലാം സഹിപ്പാനുള്ള കൃപയും ശക്തിയും കൂടെ പിതാവ് നൽകും എന്നുള്ളത് ഉറപ്പാണ്. സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു പരീക്ഷയോ വേദനയോ ആർക്കും ദൈവം ഒരിക്കലും കൊടുക്കയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ചില സന്ദർഭങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വരും. മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രത്യക്ഷത്തിലുള്ള ഒരു വിടുതൽ ആയിരിക്കയില്ല അവിടെ ലഭിക്കുന്നത്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ ഇസ്രായേൽ ബാലന്മാർ ബാബേലിൽ വച്ച് ശിക്ഷിക്കപ്പെട്ടു. അവരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുകയാണ്. അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് 7 ഇരട്ടി ചൂട് വർദ്ധിപ്പിച്ചതായ തീച്ചൂളയിലേക്ക്. എന്നാൽ അവർ പറഞ്ഞൊരു വാചകമുണ്ട്: രാജാവേ, ഞങ്ങളുടെ ദൈവത്തിന് നിൻ്റെ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും എന്ന് ഞങ്ങൾക്കറിയാം. ഒരു പക്ഷേ ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നിൻ്റെ ആഗ്രഹം പോലെ പ്രവർത്തിക്കുകയില്ല, ദൈവേഷ്ടം മാത്രമേ ചെയ്യുകയുള്ളൂ. ഈ 3 ബാലന്മാരെ തീച്ചൂളിയുടെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ രാജാവ് നോക്കി നിൽക്കുമ്പോൾ ആ തീച്ചൂളയിൽ 4 പേരെ കാണാം. പ്രത്യേകത: 4-മൻ ദൈവപുത്രനോട് സദൃശനായവൻ. അപ്പം തീച്ചൂള അവർക്ക് വേണ്ടി ദൈവം വിധിച്ചതാണ്. പക്ഷേ ആ തീച്ചൂളയുടെ നടുവിൽ ദൈവ സാന്നിധ്യം കൂടെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ തീയുടെ ബലം, ആ തീയുടെ ശക്തി അവരെ ഒരു ദോഷവും ചെയ്തില്ല. അവർ അത്ഭുതകരമായി തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുവാൻ ഇടയായിത്തീർന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു: അബ്ബാ പിതാവേ, അങ്ങയ്ക്ക് എല്ലാം കഴിയും. യേശു കാൽവറിയിൽ മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ ആ കല്ലറയിൽ നിന്ന് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ പിതാവായ ദൈവത്തിന് കഴിയുമായിരുന്നു. അത് നിർവഹിച്ചു. തീച്ചൂള, ഏറ്റവും ചൂട് കൂട്ടിയ തീച്ചൂള 3 ബാലന്മാർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. പക്ഷേ ആ തീച്ചൂളയിൽ അവർക്കൊപ്പം ചെല്ലുകയും ആ തീയുടെ ഒരു ചെറിയ മണം പോലും ഏൽക്കാതെ അവരെ അതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. പ്രിയ സ്നേഹിത, നിൻ്റെ ജീവിതത്തിലും വേദനകളും പ്രതിസന്ധികളും കഷ്ടതകളും ദുഃഖഭാരങ്ങളും ഒക്കെയുണ്ട്. അത് നിൻ്റെ അവസാനത്തെ നിന്നെ തകർക്കുവാൻ വേണ്ടി ഒരുക്കിയ ഒരു കെണിയല്ല, മറിച്ച് ദൈവം ആരെ എന്നുള്ളത് നിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ, അത് നിനക്ക് മാത്രമല്ല മറ്റനേകർക്ക് അതൊരു സാക്ഷ്യമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ
ദൈവം ഒരുക്കുന്ന ഒരു വഴി കൂടെയാണെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുക. നിൻ്റെ ജീവിതം കല്ലറയിൽ ഒതുങ്ങുന്നതല്ല. നിൻ്റെ ജീവിതം തീച്ചൂളയിൽ വെന്ത് എരിയുന്നതല്ല. നിൻ്റെ ജീവിതം കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോകുന്നതല്ല. അവിടെ നിന്നൊക്കെയുള്ളതായ ഒരു ഉദ്ധാരണം, ഒരു പുതിയ ഉയർപ്പ്, ഒരു പുതിയ ജീവിതം, ഒരു പുതിയ അനുഗ്രഹമുണ്ട്. ഇന്ന് നീ നേരിടുന്നതായ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.